സുകുമാരൻ നായർ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി. യു ഡി എഫിനെ അനുകൂലിക്കുന്ന നിലപാട് മാറ്റി. ഇപ്പോൾ പിണറായി ഭക്തിയാണ് സുകുമാരൻ നായർക്ക്. ഇപ്പോൾ യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് വലിയ അങ്കലാപ്പിലാണ്. ആദ്യം വി ഡി സതീശൻ ഞാൻ അങ്ങനെ അനുനയിപ്പിക്കാനൊന്നും ഉദ്ദേശമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കോൺഗ്രസിൻ്റെ ദൂതുമായി ഇപ്പോൾ പി ജെ കുര്യൻ അവിടെ പെരുന്നയിലുണ്ട് എന്നാണ് പറയുന്നത്. പി ജെ കുര്യൻ സുകുമാരൻ നായരെ ചാക്കിലാക്കുമോ അതോ സുകുമാരൻ നായർ പി ജെ കുര്യനെ അടിച്ചോൽപ്പിക്കും? അല്ല, പിന്നെ പ്രേമിന് അറിയാമെന്നാണ് തോന്നുന്നത്. ഈ പി ജെ കുര്യൻ എന്ന് പറയുന്ന വ്യക്തി പെരുന്നയിൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അത് നമ്മളൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി രീതിയിൽ നമ്മൾ ചില പഴയ കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പി ജെ കുര്യൻ്റെ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ NSS പ്രത്യേകിച്ച് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം. കാര്യം ഈ സൂര്യനെല്ലി കേസ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തീരും എന്ന സംഭവം വന്നപ്പോൾ ആ കേസിൽ നിന്ന് അദ്ദേഹം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതിന് NSSൻ്റെ ഒരു ഫംഗ്ഷനിലാണ് അദ്ദേഹം ആ സമയം ഉണ്ടായിരുന്നത് വരെ കേസിലേക്ക് മാറിപ്പോവുകയായിരുന്നു. കാര്യം NSS കുടുംബവുമായി ഇപ്പോൾ പി ജെ കുര്യൻ എന്ന കോൺഗ്രസ് നേതാവ് അവിടെ അദ്ദേഹത്തെ കാണാനായിട്ട് ചെല്ലുമ്പോൾ അതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളൊരു മീറ്റിംഗ് അല്ല എന്ന് കോൺഗ്രസ് വക്താക്കൾ പുറമേ പറയുന്നുണ്ട്. ഇപ്പം പി ജെ കുര്യനെ കണ്ടപ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾ താരം ഞാൻ പോയെന്ന്, എനിക്കങ്ങനെ ഔപചാരികമായിട്ടൊന്നും അവിടെ പോകേണ്ട കാര്യമില്ല. സുകുമാരൻ ചേട്ടനും ഞാനും തമ്മിലുള്ള ഇരിപ്പോശം ഭയങ്കരമാണ്. നമ്മളിപ്പോൾ തമാശക്ക് കേൾക്കുന്നത് പി ജെ കുര്യൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഫോട്ടോയിൽ കർത്താവിൻ്റെ പടം കഴിഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന പടം മന്നത്ത് പത്മനാഭൻ്റെയാണ്. അപ്പോൾ അത്രയും അടുപ്പമുള്ള പി ജെ കുര്യൻ കോൺഗ്രസിന്റെ വക്താവായിട്ടൊന്നും പെരുന്നയിൽ പോയി അദ്ദേഹത്തെ കാണേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു ശ്രദ്ധാകേന്ദ്രമായി ഒരു സ്പോട്ടായിട്ട് പെരുന്ന തീർന്നിരിക്കുകയാണ്. കാര്യം അദ്ദേഹത്തിനെ കൊണ്ട് അതിന് കഴിയും. അതായത് നമ്മൾ ഈ സാമുദായിക നേതാക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാദം, ഒരു ഭൂതം കുപ്പിന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ ആ ഭൂതം പെട്ടെന്നൊന്നും അങ്ങനെ പോകത്തില്ല. ഇപ്പോൾ SNDP വെള്ളാപ്പള്ളി നടച്ച മലപ്പുറത്തുകാരൊക്കെ ഒരു പ്രത്യേക ഒരു ദേശക്കാരാണ്, രാജ്യക്കാരാണ് എന്നൊക്കെ ഒരു ഡയലോഗ് അടിച്ചല്ലോ. അത് എത്ര ദിവസം നിന്ന് കത്തിയെന്നറിയോ? അതേപോലെ ഇതിൽ നിന്ന് കത്തും. ഇത് മിക്കവാറും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് സമദൂരം ശരിദൂരം എന്ന് വീണതുകൊണ്ടാണ് പിന്നെയും നിന്ന് കത്തുന്നത്. അദ്ദേഹം സമദൂരമാണ് ശരിദൂരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഇപ്പൊ ഈ ഒരു കാര്യം നമ്മൾ പി ജെ കുര്യന്റെ കാര്യം പറയുമ്പോഴും മറുവശത്ത് ഞങ്ങളൊക്കെ നിങ്ങളെ കാണാൻ വന്നതാണെന്ന് ഓർമ്മപ്പെടുത്താനായി ബഹുമാനപ്പെട്ട ഗണേശൻ പറയുന്നുണ്ട്. 4 നായന്മാര് NSS നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ഇന്നലെ ഗണേശൻ നല്ല ഫോമിലായിരുന്നു. ഗണേശൻ പുല്ലൂര് അദ്ദേഹത്തിന് പിന്നെ ഒരു സ്വീകരണം എന്തോ അദ്ദേഹത്തിന്റെ ഈ NSSന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് കണ്ട് അദ്ദേഹത്തിനെ വീണ്ടും തെരഞ്ഞെടുത്തിരുന്നു. അങ്ങനെ അദ്ദേഹം അതിന് പിന്നെ തിരിച്ച് നന്ദി പറയാനായിട്ട് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏത് പരനാറിക്ക് 250 രൂപ കൊടുത്താൽ ഫ്ലെക്സ് അടിക്കാൻ പറ്റും. പരനാറിയുന്നില്ല, ഏത് അലവലാതിക്കും 250. പത്തനംതിട്ട വെട്ടിപ്പുറത്തെ കണ്ട കട്ടപ്പയും ഉണ്ട്. പിന്നെ നമ്മുടെ ചന്തു ഉണ്ട്. പിറകുന്ന് കുത്തിയല്ലേ ചന്തുവിനെ പറയുന്നത്, ചതിയൻ ചന്തു സഹായിയായിട്ട് പോയിട്ട് അരിങ്ങോട്ടറെ കുത്തി കൊന്നു എന്നുള്ള കഥയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അത്തരത്തിൽ ചതിയൻ ചന്തു എന്നൊക്കെ പറഞ്ഞ ഫ്ലെക്സ് അടിച്ച് ഏത് അലവലാതിക്കും 250 രൂപയ്ക്ക് ഫ്ലെക്സ് അടിക്കാം. പിന്നെ 4 പേര് NSSന്ന് പോയി എന്ന് പറഞ്ഞാൽ അത് നല്ല രസമായിട്ടുണ്ട്. അയാളുടെ അച്ഛന് നല്ല സരസനായിട്ട് സംസാരിക്കില്ല. ബാലകൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി അതേപോലെ ഇത്രയും സരസമായി സംസാരിക്കുന്ന ഒരു വ്യക്തി വേറെ ഇല്ലല്ലോ. രാഷ്ട്രീയം പക്ക പറയുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു 4 പേര് പോയാൽ അവർക്ക് ദോഷം, അല്ലാതെ NSSന് ഇവിടെ എന്തിന്? NSSന് ഒരു സംഭവം സംഭവിക്കാൻ പോകില്ല. പിന്നെ 2 ഈ പറയുന്ന ഇവരൊക്കെ 250 രൂപയ്ക്ക് ഫ്ലെക്സ് അടിക്കുന്നത് അത് വലിയ കാര്യമാണ്. ഇവിടെ ആർക്ക് വേണേൽ ഫ്ലെക്സ് അടിക്കാം, ഏത് അലവലാതിക്ക് വീഡിയോ അടിക്കാം. അപ്പൊ അങ്ങനെ പറഞ്ഞു. അത് മറുവശത്ത് അതെന്താണ്, അതിന്റെ കാരണം എന്താണ്? അദ്ദേഹമായിട്ട് വളരെ അടുപ്പം ഇദ്ദേഹത്തിന് ഈ പറയുന്ന പിന്നെ ഈ ഗണേശനും ഉണ്ട്. അപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ ഞങ്ങൾ ശരിദൂരം സമദൂരം എന്ന് കേട്ട് കഴിയുമ്പോൾ കോൺഗ്രസിന് ഹലാലവിയിരിക്കുകയാണ്. അപ്പോൾ അവർ ഇതേപോലെ പി ജെ കുര്യനെ പോലെ ഇദ്ദേഹവുമായി അപ്പോയിൻമെന്റ് വേണ്ടാത്ത ആൾക്കാർ. ഇപ്പൊ എനിക്ക് പ്രേമുമായി ഒരു വളരെ അടുത്ത സൗഹൃദം ഉണ്ടെങ്കിൽ പ്രേമൻ എനിക്ക് എപ്പോഴും വേണോ കാണാൻ വരാം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് അപ്പോയിൻമെന്റിന്റെ ആവശ്യമില്ല. അപ്പോൾ അതേപോലെ ഈ സുകുമാരൻ നായർ എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്നതിന് പി ജെ കുര്യന് അപ്പോയിൻമെന്റിന്റെ ആവശ്യമില്ല. അതുപോലെ നിരവധി ആൾക്കാർ കോൺഗ്രസിനകത്തുണ്ട്. അങ്ങനെ ഓരോരുത്തരെ വിടാനുള്ള പരിപാടിയായിരിക്കാം. എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഇപ്പം ഞാൻ പറയട്ടെ, അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു, 1 പ്രാവശ്യം ചായ കുടിച്ചാന്ന് ചോദിക്കും, 2 പ്രാവശ്യം ചായ കുടിച്ചാന്ന് ചോദിക്കും. പിന്നെ എന്തായാലും ഈ വിഷയത്തേക്ക് വരാതിരിക്കാൻ പറ്റും. കുര്യൻ ചോദിക്കും, ചേട്ടാ എന്താണ് നിങ്ങളിങ്ങനെ ഈ ശരിദൂരം സമദൂരം എന്നൊക്കെ പറഞ്ഞ എന്താണ്? അപ്പോൾ ആ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റൂല. തിരിച്ച് മറുപടി പറഞ്ഞാലില്ലെങ്കിൽ അദ്ദേഹത്തിന് മനസ്സ് വായിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ല, ഇനിയിപ്പോ ഒരു വൈൽഡ് ഗസ് നടത്തിയാൽ സുകുമാരൻ നായർ ഇങ്ങനെയും കൂടി കണക്ക് കൂട്ടിക്കൊണ്ടാവും. പഴയ ഒരു മൈൻഡൊന്നും ഇല്ല നേതാക്കൾക്കിടയിൽ എനിക്ക്. അപ്പൊ പിന്നെ കുറച്ച് നാൾ എന്റെ വാതിക്കെ വന്ന് നിരങ്ങിയിട്ട് പോട്ടെ എന്ന് കരുതിക്കൊണ്ട് വെച്ച് നമുക്ക് മറ്റൊരു വിഷയത്തിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഭാഗത്തേക്ക് ഞാൻ പോവാത്തത്. അതായത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട്.
ആ കണക്ക് കൂട്ടലുകൾ ചിലപ്പോൾ ഈ തദ്ദേശ ഇലക്ഷൻ കഴിയുമ്പോൾ അദ്ദേഹം അത് കറക്റ്റായിട്ട് പുറത്ത് പറയും. ഈ തദ്ദേശ ഇലക്ഷൻ വരെ നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോഴും പറഞ്ഞു, ഇനി KPCC പ്രതിനിധികളുടെ ഇത് കുറച്ചുകൂടെ പിന്നെ അത് ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഇന്നിപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് മീറ്റിംഗ് ഉണ്ട്, KPCC പ്രതിനിധികളുടെ മീറ്റിംഗ് ഉണ്ട്, പുതുതായിട്ട് ഭാരവാഹികളെ കൂട്ടേണ്ടതിന്റെ. ജംബോ കമ്മിറ്റി ഒന്നുമല്ല, അല്ലെങ്കിലും കുറച്ച് ഇവർക്ക് പൊതുവെ ജംബോ കമ്മിറ്റി ആണല്ലോ. അതുപോലെ DCC പ്രസിഡന്റുമാരെ ഇലക്ഷൻ. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഈ പിന്നെ അദ്ദേഹത്തിന്റെ ആൾക്കാർ തീർച്ചയായിട്ടും ഈ കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയുണ്ട്, ഇപ്പൊ തിരുവനന്തപുരത്ത് ആരൊക്കെ ആയാലും അവരുടെ സാമുദായിക നേതാക്കളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ സുവർണകുമാറിനെ പോലെയൊക്കെയുള്ള നിരവധി ആൾക്കാർ NSS ഉണ്ടല്ലോ. ഇപ്പൊ ശാസ്തമംഗലം മോഹനെ പോലെയുള്ള തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പ്രതിനിധീകരിക്കുന്ന NSSന്റെ വലിയൊരു നേതാവാണ് ശാസ്തമംഗലം മോഹനൊക്കെ. അപ്പൊ അതെല്ലാം തന്നെ അദ്ദേഹത്തിന് അവർക്ക് വിവരം കിട്ടും. അത് വിവരം കിട്ടി അവർ തൃപ്തരാണ് എന്നുണ്ടെങ്കിൽ തദ്ദേശ ഇലക്ഷൻ കഴിയുമ്പോൾ അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് സുകുമാരൻ നായർ പറയും. ഇപ്പൊ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു വർത്തമാനം, PJ കുര്യൻ അദ്ദേഹത്തെ കാണാൻ പോയത് ഒരിക്കലും അങ്ങനെ ഒരു എയിമോട് കൂടിയല്ല പോയത്. PJ കുര്യൻ പോയത് ഒരു സാധാരണ വിസിറ്റ് മാത്രമാണ് എന്നാണ്. അന്തരീക്ഷം മനസ്സിലാക്കാൻ വേണ്ടി പോയത് കൂടി, അന്തരീക്ഷവും മനസ്സിലിരിപ്പും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. കാര്യം വയസ്സായ ഒരാൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ ഈ കഴിഞ്ഞ ബോർഡ് മീറ്റിങ്ങിലേക്ക് എന്തായിരുന്നു ചർച്ചകൾ, ഇവരിൽ എത്ര പേര് നമ്മളെ അനുകൂലിച്ചു, ഇവർ എത്ര പേര് എതിർത്ത് പറയുന്നു, എന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം, അല്ലെങ്കിൽ വാസവൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കാര്യം ക്ലിപ്പിട്ട് എടുക്കാം, വാസവനും ഗണേശനും ഒക്കെ എന്താണ് നിങ്ങൾക്ക് പേഴ്സണലി ചെയ്തു തരാമെന്ന് പറഞ്ഞത്, അതിന് നമുക്കൊരാൾ ഉണ്ടെങ്കിൽ നമ്മളെ ഭരണം വന്നാൽ നമ്മളും ചെയ്തു തരാം. അല്ല, ഇതിനിടയിൽ വേറൊരു സംഗതി വന്നിരുന്നു മുമ്പ്, ഒരു കുറച്ച് നാൾ മുമ്പ്. ഈ പിന്നെ കോൺഗ്രസ്സിൽ പലരും ക്യാപ്റ്റനും മേജറും ഒക്കെ ആയ കൂട്ടത്തിൽ എനിക്കും കിട്ടിയാൽ കൊള്ളാം എന്നൊരു മൈൻഡ് ഉണ്ട് PJ കുര്യന്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ കഴിഞ്ഞ അവിടെ ഒരു പരിപാടി നടന്നപ്പോഴത്തേക്ക് അദ്ദേഹം അവിടെ സംസാരിച്ചിരുന്നല്ലോ, ഇലക്ഷൻ വരുന്നത് അത് മാങ്കൂട്ടം കയറി എതിർത്ത് പിടിച്ചു, മാങ്കൂട്ടത്തിന് നല്ല പഴി ബാക്കിയുള്ളവരത് കേൾക്കേണ്ടി വന്നു. കാര്യം പുതിയ യങ് ജനറേഷന് ഫോട്ടോ എടുക്കാനും ഇങ്ങനെ കുറെ വ്ളോഗ് കാണിക്കാനും അത് കാണിക്കാനും ഇത് കാണിക്കാനും ഫേസ്ബുക്കിൽ കൊടുക്കാനും ഇൻസ്റ്റയിൽ കൊടുക്കാനും ഒക്കെ അറിയാവുള്ളൂ എന്ന രീതിയിൽ മാങ്കൂട്ടത്തിനെ ആക്രമിച്ചതിന്റെ ഫസ്റ്റ് തുടക്കം ഇദ്ദേഹമായിരുന്നു. നിങ്ങൾ ഈ തദ്ദേശ ഇലക്ഷൻ വരുന്നത് എത്ര പേരൊരു മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു, എത്ര പേരൊരു ബ്ലോക്ക് കമ്മിറ്റി രൂപീകരിച്ചു എന്ന ഫസ്റ്റ് ചോദ്യം അദ്ദേഹമാണ് ചോദിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് ആഗ്രഹമൊക്കെ ഉണ്ട്. കാര്യം കോൺഗ്രസ് അല്ലേ, കോൺഗ്രസിന് ഇപ്പം അണികളെക്കാളും നേതാക്കളുടെ ബാഹുല്യമാണല്ലോ കൂടുതൽ. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടെ ഒരു പാർലമെന്ററി മോഹമൊക്കെ ഉണ്ട്. ഇവിടെ പലർക്കും ഡൽഹിയിൽ പോയി ഇരുന്നിരുന്നിരുന്ന് മടുത്ത്. ഇപ്പൊ ഡൽഹിയിലെ കാലാവസ്ഥ മടുത്ത് അവിടുത്തെ ഡസ്റ്റും അത് ഇതും കാലാവസ്ഥയൊക്കെ കണ്ട് അവർക്ക് ഇങ്ങനെ നാട്ടി വന്നോളം പോയാ. അതിലൊരാൾ ഇദ്ദേഹമുണ്ട്, കൊടുക്കുന്ന സുരേഷ് ഉണ്ട്. PJ കുര്യൻ തിരുവല്ലയിൽ മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യത. അദ്ദേഹത്തിന് ഒരു വോട്ട് ബാങ്കും ഉണ്ട്. അദ്ദേഹത്തിന് തിരുവല്ലയിലെന്നല്ല, അദ്ദേഹത്തിന് പത്തനംതിട്ട മൊത്തത്തിൽ അദ്ദേഹത്തിന് കയ്യിലെടുക്കാനുള്ള ആൾക്കാരുണ്ട്. നായർ കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹത്തിന് ആളുണ്ട്. അതൊക്കെ തന്നെ ഇപ്പൊ ബെന്നി ബെഹനാൻ ജയിക്കുന്നത് എങ്ങനെയാണ് പത്തനംതിട്ടയിൽ? ക്രിസ്ത്യൻ വോട്ട് N ബ്ലോക്കായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നതുകൊണ്ട്. ബെന്നി ബെഹനാൻ പത്തനംതിട്ടയിൽ, ബെന്നി ബെഹനാൻ അല്ല, ആന്റോ ആന്റണി, സോറി ക്ഷമിക്കുക, തൃശ്ശൂരാണ് ബെന്നി ബെഹനാൻ, ക്ഷമിക്കുക. അപ്പോൾ ആന്റോ ആന്റണി എങ്ങനെയാണ് ജയിക്കുന്നത്? ആന്റോ ആന്റണിക്ക് തീർച്ചയായിട്ടും ഇപ്പൊ ആന്റോ ആന്റണിയെ KPCC പ്രസിഡന്റ് ആക്കാനായിട്ട് നോക്കിയ നീക്കം അറിയാമല്ലോ. അപ്പോൾ അത്തരത്തിൽ അതുകൊണ്ടാണ് ആന്റോ ആന്റണിയുടെ പേര് വന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് നമ്മളിപ്പോൾ കണ്ട സണ്ണിയെ കൊണ്ടുവച്ചത്. അപ്പോൾ ഏതായാലും ഇത്തരത്തിൽ ഒരു നീക്കത്തിന്റെ തുടക്കമാണ്. ഇപ്പം നമ്മൾ പാർലമെന്ററി തരത്തിലെ കാര്യങ്ങൾ പറഞ്ഞു വന്നാണ് പേര് വരെ തെറ്റിച്ചായിപ്പോയി. ബെന്നിയും ആൻഡോയൊക്കെ നമുക്ക് തെറ്റിപ്പോകും. എല്ലാം വിഭാഗത്തിലെ ആൾക്കാരാണത്. അപ്പോൾ ഏതായാലും PJ കുര്യൻ ഈ കണ്ട കാഴ്ച, അദ്ദേഹത്തിന്റെ മീറ്റിംഗ് എന്ന് പറയുന്നത് വെറുതെ ഒരു വിസിറ്റ് അല്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ പെരുന്നയിൽ ആശാന്റെ അദ്ദേഹത്തിന്റെ പിന്നെ എന്താ പറയുക, കർത്താവിന്റെ പടത്തിന്റെ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്. മന്നത്ത് പത്മനാഭന്റെ പടം ഇരിപ്പുണ്ടെന്നൊക്കെയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകരെ കളിയായിട്ട് പറയുന്നത്. ഏതായാലും നമുക്ക് നോക്കാം ഇതൊരു തുടക്കമാകുമെന്ന്. തുടക്കമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം.